നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടു. ഇങ്ങനെ പെടാനില്ല. ഈ അടുത്ത കാലത്തൊന്നും ആരുടെ മുന്നിലും പോയി ഇങ്ങനെ പെട്ടിട്ടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അതായത് ട്രംപ് എന്തൊക്കെ പറഞ്ഞു, ഇറാനെ ആക്രമിക്കും, ഇറാനെ നശിപ്പിച്ചു കളയും, കത്തിച്ചു കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ഈ ഭീഷണിക്ക് മുന്നിലൊന്നും ഇറാൻ കുലുങ്ങിയില്ല. അങ്ങനെ അമേരിക്കയുടെ ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോകില്ല എന്ന് കൃത്യമായി ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന വന്യവയോധികനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു. നേരത്തെ ഇവിടെ അമേരിക്ക ഒരു കത്ത് കൊടുത്തയച്ചു. ആ കത്ത് ഇങ്ങനെ ഒരു പൊതുപരിപാടിക്കിടെ കത്ത് എടുത്തു കാണിച്ച് ഖംനായി അത് പുച്ഛിച്ചു തള്ളുന്ന രീതിയിലുള്ള ചില വാക്കുകളൊക്കെ പറഞ്ഞു. അത്തരത്തിലുള്ള കത്തൊന്നും അയക്കാൻ അമേരിക്ക ആയിട്ടില്ല, തരക്കാരോട് പോയി കളിക്കുക എന്നാണ് അന്ന് ഖംനായി പറഞ്ഞത്. ഇപ്പോൾ ട്രംപ് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്, ഞങ്ങളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേണ്ടി വന്നാൽ ഖംനായുമായി പോലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ്. ഒരു കരാർ ഉണ്ടാകണം, ചർച്ചയ്ക്ക് തയ്യാറാണ്. ട്രംപ് ഖംനായുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആയത്തുള്ള അലി ഖംനായി. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആയത്തുള്ള അലി ഖംനായി. ഈ ആയത്തുള്ള അലി ഖംനായിയെ വകവരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു ശ്രമം നടത്തി, അമേരിക്കയുടെ പിന്തുണയോടുകൂടി. അത് പൂർണ്ണമായും പരാജയപ്പെട്ടു, ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോൾ ആ ഖംനായിക്ക് മുന്നിൽ ചർച്ചയ്ക്ക് ചെന്നിരിക്കാൻ ട്രംപിനൊരു മടിയുമില്ല. ട്രംപിന് വേണ്ടി അത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ്. എന്തായാലും വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ചർച്ചയ്ക്കില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുമായി നേർക്കുനേർ ഇരുന്നൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരു കാലത്തും തയ്യാറാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിലാണ് അത് നടന്നത്. ഇപ്പോഴും ഒമാനിൽ വെച്ച് ചർച്ച നടത്താം, ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്താം എന്നുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കയുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറായാൽ പൊതുസമൂഹം ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കും, ഞങ്ങൾ നിലപാടിൽ വെള്ളം ചേർത്തവരാണ് എന്ന് പറയുമെന്നുള്ളതാണ് ആയത്തുള്ള അലി ഖംനായിയുടെ നിലപാട്. ഓരോ രാജ്യസ്നേഹികളായിട്ടുള്ള ഇറാൻ പൗരന്മാരുടെയും നിലപാട് അത് തന്നെയാണ്. അതിന് വെള്ളം ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ വളരെ കൃത്യമായി പറയുകയാണ്. മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം, USS എബ്രഹാം ലിങ്കണ് പുറമെ USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ കൂടെ ഇറാൻ തീരത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തിടുക്കപ്പെട്ട നടപടികളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഭീഷണി തന്നെയാണ്. 2-3 ദിവസങ്ങൾക്കകം ഇറാൻ തീരത്ത് ഈ കപ്പൽ എത്തുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും സമയമെടുത്ത് സാവധാനത്തിൽ വരുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് മറുപടി ഇറാന്റെ സ്പീഡ് ബോട്ടുകളാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ബോട്ടുകൾ ഉള്ളത് നാവികസേനയ്ക്ക്, അത്തരത്തിലുള്ള ബോട്ടുകൾ കൈവശമുള്ളത് ഇറാൻ നാവികസേനയ്ക്കാണ്. അത്തരത്തിലുള്ള ബോട്ടുകൾ എടുത്തു കാണിച്ചാണ് ഈ കപ്പലുകളെ ഞങ്ങൾ തകർക്കുമെന്ന് ഇറാൻ പറയുന്നത്. 1000 കോഴിക്ക് അരക്കാട എന്നൊക്കെ ഒരു പഴമൊഴിയുണ്ട്. അമേരിക്ക കോടികൾ ചെലവഴിച്ച് വലിയ കപ്പലുകളും അതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകളും അതുപോലെ യുദ്ധവിമാനങ്ങളും ഒക്കെ എടുത്തു കാണിക്കുമ്പോൾ ഇറാന്റെ പക്കൽ തുച്ഛമായ വിലക്ക് അല്ലെങ്കിൽ തുച്ഛമായ തുക ചെലവഴിച്ച് അവർ സ്വയം നിർമ്മിച്ചെടുത്തിട്ടുള്ള ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും ഒക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പീഡ് ബോട്ടുകളാണ്. ഇത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ പ്രതിരോധിക്കാനും ആക്രമിക്കാനും ഒക്കെ ശേഷിയുള്ള ബോട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഡ്രോണുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് സെലൻസ്കി പറഞ്ഞത്, ചില്ലറക്കാരല്ല, ഭയങ്കരമാണ് ഇറാന്റെ ഡ്രോണുകൾ. റഷ്യ ഞങ്ങളെ പ്രയാസപ്പെടുത്തിയത്, വല്ലാതെ കുഴപ്പത്തിലാക്കിയത്, ഒരുപാട് ആളുകളുടെ ജീവനെടുത്തത് ഇറാന്റെ പക്കൽ നിന്നും വാങ്ങിച്ച ഷഹദ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് എന്ന് ഇന്ന് മ്യൂണിക്കിൽ നടക്കുന്ന സുരക്ഷാ സമ്മേളനത്തിൽ വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും അമേരിക്ക ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ പെട്ടിട്ടില്ല. ചെന്നുപെട്ടത് ഖംനായിയുടെ മുന്നിലാണ്. ഊരിപ്പോരാൻ ഒരു നിർവാഹവുമില്ല. ലോക പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുഖം രക്ഷിക്കണം, മുഖം രക്ഷിച്ചുകൊണ്ട് മെല്ലെ പിന്മാറണം. എന്തായാലും ഖംനായി വിടുന്ന ലക്ഷണമില്ല. എന്തൊക്കെ പറഞ്ഞാലും അതിന് കൃത്യമായ മറുപടി ഖംനായിയുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഖംനായിയുമായി തന്നെ ആകട്ടെ ചർച്ച തയ്യാറാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങളൊക്കെ അമേരിക്കയുടെ വഴിക്ക് വരുമെന്ന് ചിന്തിച്ചാണ് മാർക്കോ റൂബിയോ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. തൽക്കാലം ഖംനായി വേറെ ജനിക്കണം ട്രംപുമായി ചർച്ച ചെയ്യാൻ. അതിനൊന്നും ട്രംപ് ആയിട്ടില്ല. ഖംനായി ആരാ മോൻ, ഖംനായി എവിടെ കിടക്കുന്നു, ട്രംപ് എവിടെ കിടക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.